C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സുലു, ആ ലൈറ്റ് റിംഗ് കൊണ്ടുവരാൻ. എന്താ തന്റെ ഭാവം? കണ്ടില്ലേ, ഇത് മുഴുവൻ ആ നശിച്ചവളുടെ ഡ്രസ്സുകളാ. ആ ശാപം പിടിച്ച ജന്തുവിന്റെ തുണികളൊന്നും ഈ ദേവമംഗലത്ത് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ അങ്ങ് കത്തിക്കാൻ പോവാ. ഇത് താൻ കത്തിക്കൂ. എന്താ സംശയം? ഇതെല്ലാം കൂടി കത്തിച്ചിട്ട് അതിന്റെ ചാരം വാരി ഞാൻ ആ വാഴച്ചോട്ടിലിടും. അതിനുള്ള ധൈര്യമൊക്കെ ഈ നിൽക്കുന്ന കനകദുർഗയ്ക്ക് ഉണ്ടോ? അതിനപ്പുറമുള്ള ധൈര്യം എനിക്കുണ്ട്. കത്തിക്കേ. നിർത്ത്. ഒരു കാര്യം അറിഞ്ഞിട്ട് കത്തിക്കേ. താൻ തുളസിയുടെ ഈ ഡ്രസ്സുകൾക്ക് തീ കൊളുത്തിയാൽ ആ നിമിഷം ഞാനും താനും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും. ഞാനും താനും തമ്മിലുള്ള വിവാഹമോചനം നടക്കും. പിന്നെ തനിക്ക് തന്റെ വീട്ടിലേക്ക് പോവാം. അതിന് സമ്മതമാണെങ്കിൽ തീ കൊളുത്ത. എന്റെ കത്തിക്കുന്നില്ലേ? ഈ വക സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ നീ കഴിക്കുന്നോണ്ട് ഞാൻ കഴിച്ചതാ. അല്ല മാമുസ്, അപ്പൂസ് അവിടെ ഒറ്റയ്ക്കല്ലേ? മാമുസ് ഇവിടെ നിൽക്കുന്നല്ല, വഴക്കൊന്നും പറയില്ലേ? വഴക്കോ? എന്റെ അടുത്തോ? നല്ല കാര്യായി. നിന്റെ അപ്പൂപ്പനൊന്നും എന്റെ നേരെ ദേഷ്യപ്പെടുകയൊന്നുമില്ല. അതെന്താ? പൊളിച്ചടുക്ക ഞാൻ. ദേ ഇതുപോലെ മിച്ചറാക്കി കളയും ഞാൻ. ഈ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എന്നോട് വലിയ ഭരണമായിരുന്നു. ചായ എടുത്തോണ്ട് വാടി, അതെടുത്തോണ്ട് വാടി, ഇതെടുത്തോണ്ട് വാടി എന്നൊക്കെ. രണ്ടാം ദിവസം ഞാൻ നിർത്തിച്ചു ആ എടിവിളി. പിന്നെ പൊരിച്ചു പൊരിച്ച് ഞാൻ എന്തു പറഞ്ഞാലും മംഗളെ യെസ് യെസ് എന്നാക്കി മാറ്റി. ഇപ്പോ നാട്ടുകാര് ചിലര് മൂപ്പരെ വിളിക്കുന്നതേ യെസ് 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 എന്നാ. അത് ശരിക്കും മാമൂസിന്റെ ഒരു സെർവന്റ് ആണല്ലേ അപ്പൂസ്? ഭർത്താക്കന്മാര് ഭാര്യമാരുടെ സെർവന്റ് ആവണം, അതാ അതിന്റെ അതി എന്റെ എല്ലാമായ നീയാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എടാ, നീ ഇല്ലാത്തൊരു ലോകം ഈ അമ്മയ്ക്കില്ല. ഇതൊന്നും സ്നേഹമല്ലമ്മേ. അമ്മ എന്റെ മുമ്പിൽ അഭിനയിക്കുന്ന വെറും ഡ്രാമ മാത്രം ഇത്. പക്ഷേ ഞാൻ എന്നെ വളർത്തി അമ്മയെ സ്നേഹിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാം. പക്ഷേ മരിക്കുന്നതും തുളസിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും.
അതാ അത്ഭുതം. എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത് നാഡീജ്യോതിഷം. ഭർത്താവിനെ കണ്ടെത്താനാവാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ ഒരു കൂട്ടുകാരിയ എന്നോട് ഈ നാഡീജ്യോതിഷം പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞത്. കൂട്ടുകാരി പറഞ്ഞത് പ്രകാരം ഞാനൊരു നാഡീജ്യോത്സ്യനെ കാണാൻ ചെന്നു. അപ്പോ അദ്ദേഹം ചില വലിയ വലിയ കാര്യങ്ങൾ ഉപദേശിച്ചു തന്നു. ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ജാതകം അഗസ്ത്യമഹർഷി എഴുതി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ പെരുവിരലടയാളം കൊടുത്തപ്പോ അത് വെച്ച് അദ്ദേഹം തഞ്ചാവൂരിലെ വൈത്തീശ്വരൻ കോവിലിന്ന് എന്റെ ജാതകം എത്തിച്ചു തന്നു. ആ ജാതകത്തിൽ എന്നെക്കുറിച്ചും എന്റെ ബന്ധുക്കളെക്കുറിച്ചും എന്റെ ഭർത്താവിനെക്കുറിച്ചും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കേട്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. എന്നിട്ട് ഭർത്താവിനെ എങ്ങനെ കണ്ടെത്തിയെന്ന് പറയൂ. ജാതകം വായിച്ച ആ നാഡീജ്യോതിഷക്കാരൻ പറഞ്ഞത് പ്രകാരം ഞാൻ നാഗപട്ടണത്തിലെ ഒരു കോവിലിൽ അന്വേഷിച്ചു ചെന്നപ്പോ അവിടെ ഭജന ഇരിക്കുകയായിരുന്നു എന്റെ ഭർത്താവ്. പോലീസിന്റെയും പട്ടാളത്തിന്റെ ഒരു സഹായം ഇല്ലാതെ എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ. അല്ല, എന്നിട്ട് ഭർത്താവ് എവിടെ? നാഗപട്ടണത്തുനിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലുണ്ട്. ഈ സന്തോഷ വാർത്ത ഞാൻ ജയൻ സാറിനെ ഒന്ന് അറിയിക്കാൻ വന്നതാ. ഇനിയെങ്കിലും ഭർത്താവിനോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയേ. ശരി സാർ, എന്നാ പോയിട്ട് വരട്ടെ. എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത് നാഡീജ്യോതിഷം. ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ജാതകം അഗസ്ത്യമഹർഷി എഴുതി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ പെരുവിരലടയാളം കൊടുത്തപ്പോ അത് വെച്ച് അദ്ദേഹം തഞ്ചാവൂരിലെ വൈത്തീശ്വരൻ കോവിലിന്ന് എന്റെ ജാതകം എത്തിച്ചു തന്നു. ആ ജാതകത്തിൽ എന്നെക്കുറിച്ചും എന്റെ ബന്ധുക്കളെക്കുറിച്ചും എന്റെ ഭർത്താവിനെക്കുറിച്ചും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നാഡീജ്യോതിഷത്തിലൂടെ ഒരാളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുമെങ്കിൽ എന്റെ അച്ഛനമ്മമാരെ കണ്ടെത്താൻ ആ വഴിയൊന്ന് പരീക്ഷിച്ചാലോ? നീ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാ നല്ലത്. എന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്താ ആദ്യേട്ടാ ഇത്? എനിക്ക് ആദ്യേട്ടനെ അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. എന്റെ ജീവൻ ആദ്യേട്ടൻ, എന്റെ ജീവിതം ഞാൻ ആദ്യേട്ടനായി എന്നെ സമർപ്പിച്ചതാ. എന്റെ മനസ്സ് നിറയെ ആദ്യേട്ടനെ ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്റെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു പെൺകുട്ടിയെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു, തുളസിയെ. ഞങ്ങളെ തമ്മിലെ ഇനി ലോകത്തിലെ ഒരു ശക്തിക്കും വേർപെടുത്താൻ പറ്റില്ല. ആദ്യേട്ടാ, ആദ്യേട്ടാ, ആദ്യേട്ടാ. തിരുമേനി, ജാതകം ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഭാഗ്യം.
തുളസി, പൂരം നക്ഷത്രം. ജീവിതത്തിലുടനീളം പ്രതിസന്ധികളായിരുന്നു അല്ലേ? സമൂഹം ബഹുമാനിക്കുന്ന ഒരാളാണ് അച്ഛൻ. വളരെയേറെ നന്മയുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് സ്നേഹിക്കാനേ അറിയൂ. പക്ഷേ അമ്മ അങ്ങനെയല്ല. വളരെ കർക്കശക്കാരിയാ, പിടിവാശിക്കാരി. അവരിപ്പോ എവിടെയാ? അവരെ എനിക്കൊന്ന് കാണാൻ സാധിക്കോ? അതാ എനിക്കറിയേണ്ടത്. അതിപ്പോ പറയാലോ. കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ എന്താ ജോത്സരെ? പറയൂ ജോത്സരെ. സ്നേഹിച്ച പുരുഷനെ തന്നെയല്ലേ കല്യാണം കഴിച്ചത്? അതെ. ഞാൻ പറയുന്ന ഒരു സത്യം കേട്ട് കുട്ടി ഞെട്ടരുത്. ഇല്ല, പറയൂ. ആ വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു. തുളസിക്ക് ഈ ജാതകവശാൽ ഭർത്തൃയോഗമില്ല. ജോത്സരെ, ഞാൻ പറയുന്നത് സത്യമാണ്, ദൈവകൽപിതമായ സത്യം. വിധിഹിതത്തിന് എതിരായാണ് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നത്. കുട്ടിക്ക് ഒരു ആൺകൂട്ട് ദൈവം വിധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ടും ഒരു കന്യകയായി തന്നെ തുടരേണ്ടി വരുന്നത്. ഇനിയും ഈ വിവാഹ ജീവിതം ഇങ്ങനെ തുടർന്നാൽ അനർത്ഥങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. എല്ലാ ആപത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടിയുടെ ഭർത്താവായിരിക്കും. തുളസി, എന്താടാ നീ എന്നെ കണ്ടിട്ട് ഒരുമാതിരി ദഹിപ്പിച്ചു കളയുന്നൊരു നോട്ടം? എനിക്കിപ്പോ ആരും ദയിപ്പിക്കണ്ട. ഞാൻ എന്റെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇവിടെ നിൽക്കുക. അമ്മ വെറുതെ എന്നോട് വഴക്കിന് വരാൻ നോക്കണ്ട. നിന്റെ എന്ത് പ്രശ്നങ്ങള്? അത് അമ്മയോട് പറയുന്നത് എന്താ പ്രയോജനം? അമ്മയാണല്ലോ എന്റെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി. ഓ, അത് ശരി. ഇപ്പൊ കാര്യം മനസ്സിലായി. ആ തലതെറിച്ചവളെ മനസ്സിലിട്ടോണ്ടാ നീ എന്റെ അടുത്ത് കടിച്ചു കീറാൻ വരുന്നത്. അവൾ എന്റെ ഭാര്യയാണ്. ഭാര്യയോ? തുളസിയെ ഓട് പൊളിച്ച് ദേവമംഗലത്തേക്ക് കയറി വന്നവളൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും സാക്ഷി നിൽക്കേ ഞാൻ അവളുടെ കഴിച്ച് താലി കെട്ടിയതാ. അങ്ങനെ എന്റെ ഭാര്യയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നവളാ. തുളസി ജന്മനാ എന്റെ ശത്രുവാ. മരിക്കേണ്ടി വന്നാലും അവളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അമ്മയ്ക്ക് അവള് ശത്രുവായിരിക്കും, പക്ഷേ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാ. നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി അവളെ മറക്കണമെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അമ്മ എന്നെ പ്രസവിച്ച എന്റെ കടപ്പാടും പറഞ്ഞ് എന്തു ത്യാഗം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടണ്ട. ആദി, അമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിലൊരു ശരി ഉണ്ടായിരിക്കണം. ഇതിലൊരു ശരി ഞാൻ കാണുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ എന്റെ സ്വന്തമാ, എന്റെ മാത്രം സ്വന്തം. ഞാൻ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ ഒന്നുമല്ല ഇങ്ങനെ സ്വന്തമാക്കി വെക്കാൻ. ഞാനൊരു മനുഷ്യനാ, പച്ചയായ ഒരു മനുഷ്യൻ, എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പെണ്ണിനെ മറക്കാൻ പറ്റില്ല. അവളെ ഈ പടി കടത്തില്ല ഞാൻ. വേണ്ട, അവളെ ഈ പടി കടത്തണ്ട. ഈ പടി കടന്നേ എനിക്കങ്ങ് പോവാലോ അവൾക്കൊപ്പം. ആദി, എന്താ അമ്മയ്ക്ക് എന്നെ തടയാൻ പറ്റുമോ? അമ്മയ്ക്കെന്നല്ല, ലോകത്തിൽ ഒരു ശക്തിക്ക് എന്നെ തടയാൻ പറ്റില്ല. വിവാഹം കഴിച്ച പെണ്ണിനോടൊപ്പം ജീവിക്കാനേ മനുഷ്യന്റെ കോടതി മാത്രമല്ല, ദൈവത്തിന്റെ കോടതി സമ്മതിക്കും. അതറിയാം അമ്മയ്ക്ക്. അവളോടൊപ്പം ജീവിക്കാന്നുള്ളത് നിന്റെ വെറും വ്യാമോഹം മാത്രമാ. അവളെ ഞാൻ ഇല്ലാതാക്കി കളയും. എന്താ എന്താ ഇവിടെ എന്താ പ്രശ്നം? ഇവന് തുളസിയോടൊപ്പം ജീവിക്കണമെന്ന്, അവളോടൊപ്പം പോണോന്നവന്. ഇപ്പോ ന്യായമല്ല അവൻ പറഞ്ഞത്. അവനവന്റെ ഭാര്യയോടെ പോലെ ജീവിക്കേണ്ടത്. അമ്മ പറയുന്ന കേട്ട് ഇവൻ ഇവന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ തയ്യാറായടാ. നിന്നെ ഞാൻ ഉപേക്ഷിക്കും. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങനെയാണ്. കാരണം ഇവൻ അവളെ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ അത്. ഏത് കല്യാണം? ഏത് ഭാര്യ? എന്റെ ഭാര്യയ്ക്ക് മറവി രോഗം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം തുളസി ഇവന്റെ ഭാര്യയാണെന്ന്. മോളെ, നിന്നോട് ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാപ്പ് തരണം. ദുർഗമ്മ, ഞാനേ നിന്നെ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ഈ നിലവിളക്ക് വാങ്ങി വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. ദുർഗാന്റി അങ്ങനെ വല്ലതും ചെയ്യോ? രാത്രി കാലത്ത് കാണുന്ന ദുസ്വപ്നങ്ങളൊക്കെ സത്യാവോ? ക്ഷമയും സമചിത്തതയൊക്കെ കാണിച്ചാലേ ദുർഗയുടെ മുമ്പിൽ എനിക്കെന്നും പരാജയം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ചില വെല്ലുവിളികളങ്ങ് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കരുതും. പ്രശ്നം എന്താ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദേ, ഇവന്റെ ഭാര്യയെ ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ചേട്ടാ, അല്ല, കല്യാണം കഴിച്ചതിന് ശേഷം
എന്റെ നട്ടലില് കുറച്ച് പ്ലാസ്റ്റിക് കണ്ടന്റ് കൂടിപ്പോയി. ഈ കുടുംബ സമാധാനത്തെ കരുതി ഞാനൊരു അല്പം പ്ലാസ്റ്റിക് കണ്ടന്റ് ചേർത്തതാ. പക്ഷേ ഇവൻ നിങ്ങളുടെ പൊന്നു മകൻ, അവന്റെ അമ്മാവനെ പോലെ പ്ലാസ്റ്റിക് നട്ടല്ലുമായിട്ട് നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് തന്നെയായാലും എന്റെ ഗതികേടൊന്നും ഇവന് വരില്ല. ഇവന് നല്ല ഉരുക്കിന്റെ നട്ടല്ല. തുളസി, വാതിലോർക്ക്. ഞാനാ ആദി. തുളസി, വാതിലോർക്ക്. ഞാനാടി. ഇല്ല, ഞാൻ വാതില് തുറക്കില്ല. അതെന്താ നീ വാതിലോർക്കാതെ? എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. തുളസി, നിന്റെ വാശി എന്നോട് വേണ്ട. ആദ്യം വിളിക്കുന്നത് നീ വാതിലോർക്ക്. തുളസി, നീ ഇത് ഞങ്ങളോട് കാണിക്കുന്ന ഒട്ടും ശരിയല്ല. നീ വാതിലോർന്നെ. തുളസി. എന്താ എന്താ മോനെ അവള് വാതില് തുറക്കുന്നില്ലമ്മേ? മോളെ മോളെ തുളസി, വാതില് തുറക്ക്. തുളസി മോളെ. മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയ്. തുളസി, ഞങ്ങൾ മാപ്പ് ചോദിക്കാം. തുളസി, നീ വാതിൽ തുറക്കില്ലല്ലേ? ഞങ്ങളുടെ ഹൃദയത്തിലിട്ടാ നീ കുത്തി നോക്കുന്നത്. അത് നിനക്ക് ഓർമ്മ വേണം. ഇവൾക്ക് ഉറപ്പൊന്നുമില്ലേ? ദൈവമേ, ആദ്യേട്ടൻ കൂടെ വന്നില്ലേ? ആദ്യേട്ടൻ അവിടെ നിർത്തിയിട്ട് പോന്നു. ചതിച്ചോ? പിന്നെന്താ ഈ രാത്രിയില് ഇവിടെ വാദിക്കല്? ആദ്യേട്ടൻ എവിടെ അങ്ങളെ? ഓ, ആദിയേട്ടനെ നോക്കി നിന്നതാണോ? ആദിയേട്ടന് വേണ്ടി മഞ്ഞുകൊള്ളാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതെ, ആദിയേട്ടനെ അവന്റെ ഭാര്യയുടെ കൂടെ മകളുടെ പ്രായമുണ്ട്. അല്ലെങ്കിൽ എന്ത് പറയാൻ. മാമൂസേ, മാമൂസേ ഒന്ന് എഴുന്നേറ്റ്. മാമൂസേ, മാമൂസേ ഒന്ന് എഴുന്നേക്കാൻ. എന്താ പെണ്ണെ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? മാമൂസേ ഒന്ന് എഴുന്നേക്ക്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എഴുന്നേക്ക് മാമൂസേ. എന്താന്ന് വെച്ചാ പറ. മാമൂസേ, ആ തുളസിയുടെ വീട്ടിൽ നിന്ന് പ്രസാദങ്ങൾ മാത്രം തിരിച്ചു വന്നു. ആദ്യേട്ടൻ വന്നിട്ടില്ല. ആദ്യേട്ടൻ അവിടെ ആക്കിയിട്ട പ്രസാദങ്ങൾ ഇങ്ങോട്ട് പോന്നേ. അതിന് നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മാമൂസേ, ആദ്യേട്ടൻ ആ വീട്ടിൽ നിൽക്കുന്ന കുഴപ്പമാ. അവര് തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. നീ പറയുന്നത് ശരിയാ. അവനെ അവിടെ നിർത്തുന്നത് അപകടം. മാമൂസേ ഒന്ന് എഴുന്നേറ്റ് വാ. നമുക്ക് ദുർഗാന്റിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം. ദുർഗാന്റി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശരി, എന്നെ ഒന്ന് പിടിക്ക്. വാ വാ മാമൂസേ, എനിക്ക് വാ വേഗം. വാ മാമൂസേ. ഓ, വാജുവല്ലയോ? പുറത്തെ നല്ല നിലാവുള്ള രാത്രിയാ. ആവശ്യത്തിന് കോടമഞ്ഞു. സാഹചര്യമല്ല അനുകൂലം. ഒരേ ഒരു മകൻ കണ്ട പെണ്ണിന്റെ വരുതിയിലാക്കാൻ ഇതിലപ്പുറം വല്ലതും വേണോ? പ്രസാദേട്ടൻ അവളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഞാൻ അവരെ കൈകാര്യം ചെയ്ത. അതെ, ഇവിടെ അവക്ക് ചിണുങ്ങാൻ നമ്മൾ അവസരം കൊടുത്തില്ലല്ലോ.
നമ്മുടെ എല്ലാവരുടെയും നിരീക്ഷണ വലയത്തിലായിരുന്നു അവള്. കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറയുന്നത് പോലെ അവൾ ഇവിടെ ഉള്ളപ്പോ എന്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ പിറകെയായിരുന്നു. ഇതിപ്പോ പോയില്ലേ, അവനിപ്പോ അവളോടൊപ്പോ. അവിടെയാണെങ്കി പ്രോത്സാഹന ദമ്പതികളും. പ്രസാദേട്ടാ, എനിക്കെന്റെ ആദിമോനെ ഇപ്പൊ കാണണം. ആദിമോനെ കാണാൻ എന്താ ഇത്ര പ്രയാസം? അവന്റെ അടുത്തേക്ക് പോയിക്കോളൂ. അങ്ങനെ കണ്ട വീടുകളിൽ തെണ്ടി നടന്ന് ഞാൻ എന്റെ മോനെ കാണണോ? എടോ, മകനെ കാണാൻ പഴനിക്കോ വേളാങ്കണ്ണിക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അവിടെയൊക്കെ പോകുമ്പോഴാ ഈ പണ്ടൊക്കെ 3 കര തെണ്ടി പോവാന്നൊക്കെ പറയുന്നതേ. ഇതിപ്പോ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ കാറെടുത്ത് പോണം. ഓ, അത് പിന്നെ തനിക്ക് കണ്ട വീടാണല്ലോ. എനിക്കെന്റെ പെങ്ങളുടെ വീടാ, ആദ്യം അവന്റെ ഭാര്യ വീടും. അതൊന്നും എന്റെ മകന്റെ ഭാര്യ വീടായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. അവളെ ഞാൻ എന്റെ മകന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കി മകനെ തൽക്കാലം കാണണ്ടെന്ന് വെക്കണം. അതേ മാർഗമുള്ളൂ. മകൻ അവന്റെ ഭാര്യയോടൊപ്പം സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതിനൊന്നിനും ഞാൻ അവളെ അനുവദിക്കില്ല. അതെ, തന്റെ അനുവാദം കാത്തുനിന്നൊരു കാലം ഉണ്ടായിരുന്നു അവർക്ക്. അതൊക്കെ എന്നേ കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇനി അവർക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. ഞാനേ ഭൂമിയോളം ക്ഷമിച്ച് നിൽക്കുക ഇവിടെ. പ്രസാദേട്ട് ഫോൺ ചെയ്ത് അവനോട് ഇങ്ങോട്ട് വരാൻ പറ. താൻ വിളിച്ചാലും അവന്റെ ഫോണിന് ബെല്ലടിക്കും. എന്റെ മകൻ എന്ന് പറഞ്ഞ് എന്നും വീരവാദം മുഴക്കാറുണ്ടല്ലോ. വിളിക്കടോ. അങ്ങനെ ഞാൻ തലകുനിക്കില്ല ആരുടെ മുമ്പിലും, അത് മകനായാൽ പോലും. നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ ആദിയല്ലേ നിന്നെ വിളിക്കുന്നേ. അവൻ ഇന്നലെ രാത്രി മുതൽ നിന്നെയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുക. നീ ഇങ്ങനെ കാണിച്ചാലോ മോളെ? ഒരു പ്രാവശ്യം കൂടി ആ ശിവപാർവതി കാവിൽ പോയാ മതി. പൂവളമാല കോർത്ത് ശ്രീഭഗവാനെ പ്രീതിപ്പെടുത്തി സ്വീകരിച്ചവളാ ശ്രീപാർവതി. അവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന അമ്പലം ശിവപാർവതി കാവ്. ദീർഘസുമംഗലികളാവാൻ ഏവരും പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഒരു പ്രാവശ്യം കൂടി അവിടെ പോയി തൊഴുത് സീമന്തരേഖയിൽ കുങ്കുമം തൊട്ടാ മതി. പിന്നെ ആരും നിങ്ങളെ തോൽപ്പിക്കില്ല. വന്നില്ലേ സഹധർമ്മിണി? വന്നില്ല സ്വാമി. അതെന്തു പറ്റി? പെട്ടെന്നൊരു സുഖമില്ലായ്മ. ശിവ ശിവ, അതെന്താ അങ്ങനെ പറ്റിയേ? സീമന്ത സിന്ദൂരം തൊടലിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. മുടക്കം വരുത്താൻ പാടില്ലായിരുന്നു. നീയിപ്പൊ എന്താ ചെയ്യാ? തുളസിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാ സ്വാമി മുടക്കം വരുത്തിയത്. കുങ്കുമം വീട്ടിൽ കൊണ്ട് തൊട്ടുകൊടുത്ത ബലം ഉണ്ടാവോ? ഇതിനൊക്കെ ഓരോ നിയമമില്ലേ കുട്ടി? ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ശിവനും ശക്തിയുമാ ഇവിടെ വിളങ്ങുന്നത്.
അതുകൊണ്ട് തന്നെയാ ശിവപാർവതിമാരുടെ തിരുമുമ്പിൽ വെച്ച് തന്നെ കുങ്കുമം തൊടണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് പ്രമാണം. ആ, ഏതായാലും മുടക്കം വരുത്തണ്ട. കുങ്കുമം ഞാൻ തന്നുവിടാം. വീട്ടിൽ കൊണ്ടുപോയി തൊട്ടുകൊടുത്തോളൂ. എന്താ ദുർഗേച്ചി? അവൻ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല സുലു. അതിന് അവൻ ഇവിടെ ഇല്ലല്ലോ. എന്നാലും എനിക്കത് വലിയ മനപ്രയാസമാ. വഴിപാട് പായസമല്ലേ ദുർഗേച്ചി, ഇങ്ങനെ മടി കാണിക്കല്ലേ. മടി കാണിക്കുന്നതല്ലോ, അവൻ കഴിക്കാത്തതുകൊണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഇതിന്ന് കുറച്ച് പാൽപായസം അവന് കൊണ്ടുചെന്ന് കൊടുക്ക്. ആ തുളസിയുടെ വീട്ടിൽ പോവാനോ? അതിനെന്താ, ഫലത്തില് ഇപ്പൊ അത് തുളസിയുടെ വീടൊന്നും അല്ലല്ലോ. തുളസി അവരുടെ ആരുമല്ല, ഏതോ ഒരു തെണ്ടിപ്പെണ്ണ്. ആ, അത് ശരിയാണല്ലോ. ആ കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി ദുർഗേച്ചി. ആ വീട് പ്രസാദ് സാറിന്റെ പെങ്ങളുടെ വീടാണല്ലോ. അതെ, നീ വേഗം ചെന്ന് ഇതവന് കൊണ്ടുകൊടുത്തിട്ട് വാ. ഞാൻ വേഗം പോയിട്ട് വരാം ദുർഗേച്ചി. അയ്യോ, ഞാൻ കുടിച്ചില്ലല്ലോ. എന്താ? പകുതി ഇവിടെ എടുത്തു വെച്ചിട്ട് പോവാം. ആ, ആദിമോനെ, നിങ്ങൾ ഇവിടെയും വന്നോ? ആദിമോൻ ഇവിടെ ഉള്ളതുകൊണ്ട് എന്നെ ദുർഗേച്ചി ഇങ്ങോട്ട് വിട്ടതല്ലേ. ദേ, ഇത് തരാൻ. ഇതെന്താ? പാൽപായസം. അമ്പലത്തിൽ വഴിപാട് കഴിച്ച പാൽപായസ. ഓമന മകന് കൊടുക്കാതെ വഴിപാടാണെങ്കിൽ കൂടി ദുർഗേച്ചിക്ക് ഇറങ്ങില്ലാത്രേ. ചേച്ചി കഴിക്കാൻ പകുതി പകർന്നെടുത്തതാ. ചേച്ചിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ദാ, മോനിത് കഴിക്ക്. ഇതവിടെ വെച്ചേക്ക്, എനിക്കിപ്പോ വേണ്ട. കഴിക്കാദിമോനെ. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോനെ കാണാതെ അമ്മ അവിടെ ആദ്യ പിടിച്ച് കഴിയുവാ. ആഹാരമില്ല, ജലപാനമില്ല. ഏത് നേരവും ആദിമോനെ കുറിച്ച് ഓർത്തുള്ള മനോവിചാരോ. എന്തിന്? ഉറക്കം പോലും നേരെ ചൊവ്വയില്ല. ആദ്യം വ്യാധിയും ഉറക്കമില്ലായ്മയും കാരണം ആ തുടുത്ത മുഖം അങ്ങ് വാടി ഉപ്പുമാങ്ങ പോലെ ആയിരിക്കുവാ. സത്യം പറഞ്ഞ ദുർഗേച്ചിയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പോലും കരഞ്ഞുപോയി. ഓ, നിങ്ങക്ക് കരയാനൊക്കെ അറിയോ? ഞാൻ നല്ല ഒന്നാന്തരായിട്ട് കരയൂടാ. ആദിമോനെ ഓർത്ത് ദുർഗേച്ചിയുടെ മനസ്സ് ഏതു നേരവും പുകഞ്ഞോണ്ടിരിക്കുക. അത് കണ്ടില്ലെന്ന് നടിക്കരുത് മോനെ. മോൻ എത്രയും പെട്ടെന്ന് ദേവമംഗലത്തേക്ക് വാ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.